വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം എന്താ പറയുക എൻ്റെ പേരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അൽഫോൻസ എന്നാണ്. എൽസ ദ ആർട്ടിസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എൻ്റെ നിക്ക് നെയിമാണ്. അതുമാത്രമല്ല എൻ്റെ മാമോദീസ പേര് എലിസബത്ത് ആയതുകൊണ്ട് മാത്രം എൽസ ദ ആർട്ടിസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഈശോയുടെ ഒരു വിശ്വാസത്തെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം ഇന്നെന്ന് പറയുന്നത് ഞങ്ങൾ ഡ്രോയിങ് വീഡിയോ ആണ്. അപ്പം എന്തേ ഞാൻ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പൗച്ചും കിട്ടിയിട്ടുണ്ട്. പൗച്ചെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഫുള്ളും കളറാണ്. കാണിച്ചു തരാം. ദേ കണ്ടോ. പിന്നെ മറ്റ് സൈഡിൽ എനിക്ക് കുറേ ഉണ്ട്. ഇവിടെയും കുറച്ചിട്ടു കണ്ടോ. അപ്പം നമുക്കിതെല്ലാം ഇങ്ങോട്ട് വാരിയിടാം. കണ്ടോ ഗൈസ്, നമ്മൾ ഇത്രയും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും ഞാൻ ഇത് ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു. കാരണം എൻ്റെ പപ്പ പഠിത്തത്തിൽ എന്താ പറയുക സ്ട്രിക്റ്റാണ്. അതുമാത്രമല്ല വഴക്കം പറയും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഗൈസ്. അപ്പം ഇവിടെ എനിക്ക് കളർ പെൻസിൽസ് ഉണ്ട്. ഒത്തിരി സമയം കളയണ്ട. സോ നമുക്ക് ആദ്യം പെൻസിൽ വേണം. അതിന് എൻ്റെ ബാഗുണ്ട്. ബാഗ് നോക്കല്ലേ, ബാഗ് വൃത്തിയായിട്ടാണ്. ഞാൻ അടുത്ത വർഷം മുതൽ പുതിയത് മേടിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ്. അയ്യോ, ഒരു മഞ്ച് തിന്നാൻ മറന്നുപോയി ഗൈസ്. ഇത് ഞാൻ മിനിഞ്ഞാന്ന് മേടിച്ചതാണ്. മിനിഞ്ഞാന്ന് മേടിച്ചിട്ട് ഇതുവരെയായിട്ടും ബസ്സിൽ തിന്നാമെന്ന് വിചാരിച്ചതാണ്. ഒന്നും കിട്ടിയിട്ടില്ല. സോ നമുക്ക് ആദ്യം തന്നെ പെൻസിലെടുത്ത് കമോൺ ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ കാണാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമോ? ഓക്കെ, ഇത് നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ കാണിച്ചു തരാം. ആദ്യം നമ്മൾ 200 വരയ്ക്കും. എന്ന് വെച്ചാൽ നമ്മൾ 2 വരച്ചു. ഇനിയും കുറച്ചുകൂടി താഴെ വേണം വരയ്ക്കാൻ. 2 0. പിന്നെ ഈ 2 എണ്ണം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യണം. പിന്നെ ഇങ്ങനെ ഒരു വര വരയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തല വരയ്ക്കണം. തല ഇത്തിരി സ്മോൾ ആയാലും കുഴപ്പമില്ല. പിന്നെ കണ്ണ് ഇങ്ങനെ വരയ്ക്കണം. പിന്നെ ഇതിന് വായല്ല, ശരിക്കും ഞാൻ വായാണ് വരച്ചത്. ഇതിന് ഇത് റാബിറ്റാണ് കേട്ടോ, വേറൊന്നുമല്ല. കണ്ടാൽ തോന്നത്തില്ല, പക്ഷെ അത് ഇതെല്ലാം സ്മോളാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇറേസർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വിളിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റാബിറ്റാണോ? എന്നിട്ട് ഇതിൻ്റെ വാൽ വരയ്ക്കണം. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നമ്മുടെ ഇത് കൂടി നമുക്ക് ഇനി പിങ്ക് കളറ്. എനിക്ക് കുറേ പിങ്കുണ്ട്, പക്ഷേ എനിക്ക് ഏതിലാണ് നല്ല പിങ്ക് എടുക്കണം. നല്ല പിങ്ക് എടുത്തില്ലെങ്കിൽ സോ നമ്മൾ ഷാർപ്നർ എടുത്തിട്ടുണ്ട്. ചിലർ കട്ടർ എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ. ഓക്കെ, മലയാളത്തിൽ കട്ടർ എന്നാണ് പറയുന്നത്. പിന്നെ പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ കട്ടർ എന്നല്ല ഷാർപ്നർ എന്നാണ്. പക്ഷേ ഞാൻ കൂടുതൽ വാക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാർപ്നർ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ആ വാക്ക് ശീലിച്ചു പോയി. ഈ സൗണ്ടൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഓക്കെ, അത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ. സോ നമ്മൾക്കിങ്ങനെ ഷെയ്ഡ് ചെയ്യാം. നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കണ്ടോ, ഇതെന്താണ് ഗൈസ്, റാബിറ്റ്. അപ്പം ഞാൻ ഒന്നുകൂടി വേറെ ഒരു സാധനം കൂടി വരയ്ക്കാം.